ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ആവോലി മീൻ വറ്റിച്ചത് അല്ലെങ്കിൽ പറ്റിച്ചത് എന്നൊക്കെ പറയും. അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 2 വലിയ സവോളയാണ്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, കുറച്ച് വേപ്പില, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി. അപ്പോൾ ഈ ഐറ്റംസൊക്കെ നമുക്ക് എത്രയാണോ മീനുള്ളത് അതനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ ആവോലി മീനാണ്. ഈ മീൻ നന്നാക്കി വന്നപ്പോഴേക്കും ഏതാണ്ട് 1,200 ആയിട്ടുണ്ടാകാം. അപ്പോൾ ഇനി നമുക്ക് കറി കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, വേപ്പില എല്ലാം കൂടി മിക്സിയുടെ ചെറിയ ബൗളിൽ ഒന്നിട്ട് കറക്കിയെടുക്കാം. ഒരു 3 പ്രാവശ്യം ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല പാകമായിട്ട് കിട്ടും. നമ്മൾ അരിയുന്നതിലും നല്ലതാണ് ഇങ്ങനെ മീൻകറി ഉണ്ടാക്കുന്നത്. കാരണം കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. നമ്മൾ അരിഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് കൊഴുപ്പ് കാണത്തില്ല. പിന്നെ സവോള, പച്ചമുളക് ഞാൻ 2ആയിട്ട് കീറിയിടുന്നേ ഉള്ളൂ. അപ്പോൾ ആവശ്യമില്ലെങ്കിൽ നമുക്കെടുത്ത് കളയുകയും ചെയ്യാമല്ലോ. പിന്നെ സവോള ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇനി അത് ചെയ്തിട്ട് വരാം. ഞാൻ സവോള ഫുഡ് പ്രോസസ്സറിലിട്ട് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ട് അടിച്ചെടുത്തതാണ്. വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, വേപ്പില, പിന്നെ പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇതൾ വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. വേപ്പില ഗ്രൈൻഡറിൽ അരച്ചത് കൂടാതെ 2 ഇതൾ ഒരു ഭംഗിക്ക് കൂടെ ഇടാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ മീൻ എനിക്ക് നന്നാക്കി കിട്ടിയപ്പോൾ തന്നെ ഞാനിതിൽ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്കിനി കറിയിൽ അത്രയും കുറവ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ മീൻകറി ഉണ്ടാക്കുന്നതിനായിട്ട് മീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനൊക്കെ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഉലുവ ഇടാനായിട്ട്. ഈ മീൻകറി ഞാൻ ഏറ്റവും എളുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് കറി. തേങ്ങ അരയ്ക്കുന്നോ പാല് പിഴിയുന്നോ ഒന്നും ഇതിൽ ഇല്ല. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലോട്ട് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവോള 2 വലിയ സവോളയാണ് ഞാൻ എടുത്തത്. കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവണമെങ്കിൽ സവോള ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. സവോള ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ മീനിൽ ഉപ്പ് തിരുമ്മി വെച്ചിരുന്നതിനാൽ ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മീൻ കറിയിൽ അതുപോലെ ബീഫ്, ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ കല്ലുപ്പാണ് ഇട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ.
അപ്പോഴേക്കും നമുക്ക് കുറച്ച് കുടംപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. നമ്മുടെ സവോള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി മൂപ്പിച്ച് ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ കളയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഈ ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് ഒത്തിരി ഇട്ട് ബ്രൗൺ കളറാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഗുണം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി മീനിൽ തിരുമ്മി വെച്ചിരുന്നതിനാൽ ഒരര ടീസ്പൂണും കൂടെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഒരു 3 ടീസ്പൂൺ, ചെറിയ സ്പൂണാണ് ഉദ്ദേശിക്കുന്നത്, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. ഈ കറിയിൽ ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പയ്യെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മുളക് മാത്രമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് മൂപ്പിക്കാമെന്ന് പറഞ്ഞത്. ഉള്ളിയും സവോളയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്, അത് മതി. ഇനി ഈ മുളകും മഞ്ഞളും ഒന്ന് പയ്യെ മൂത്ത് കിട്ടിയാൽ മതി. അങ്ങനെ കുറച്ച് കുടംപുളി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് കഴുകിയാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിവിടെ തന്നെ ഉണ്ടായി കിട്ടിയ പുളി ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി ഒന്നും കഴുകേണ്ടതില്ല. പക്ഷെ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പുളി നന്നായി തന്നെ 4-5 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് എടുക്കണം. ചിലപ്പോൾ അത് പുകയത്ത് ഉണക്കിയതാവും. ആ പുകച്ചുവ നമ്മുടെ കറിയിൽ വരാതിരിക്കാനാണ് നന്നായി കഴുകണം എന്ന് പറയുന്നത്. കറിക്ക് കനപ്പ് രസവും പുകച്ചുവയും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായി തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഈ കഴുകി വെച്ച കുടംപുളി വെള്ളവും കുടംപുളിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴിത് ഫുഡ് പ്രോസസ്സർ കഴുകിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി തന്നെ തിളച്ച് വരട്ടെ. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിന് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുന്നുണ്ട് എങ്കിലും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കറിയുടെ പാചകത്തിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുവാൻ ആവശ്യമായ വെള്ളം ആണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കിലോ മീനേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കുറഞ്ഞു പോയാലും നമുക്ക് വീണ്ടും ഒഴിക്കാം. പക്ഷെ കൂടിപ്പോയാൽ മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് ഉടഞ്ഞു പോകും. നമ്മൾ വെള്ളം പറ്റിച്ച് വരുമ്പോഴേക്കും മീൻ കഷ്ണങ്ങളൊക്കെ വേവാതിയായിട്ടുണ്ടാവും. അതുകൊണ്ട് വെള്ളം കുറച്ച് ഒഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ മസാലകളൊക്കെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മീൻ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇടുവാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് മാങ്ങയാണ് കേട്ടോ. ഈ മാങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്.
ഫ്രീസറിൽ സിപ്പ് ലോക്ക് കവറിലാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഐസൊന്നും ഞാൻ കളയുന്നില്ല, ഈ മീൻകറിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ കുറച്ച് പുളിയും കുറച്ച് മാങ്ങയും ഇട്ട് കൊടുക്കുന്ന കറികൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്കിടയ്ക്ക് ഓരോ മാങ്ങ കഷ്ണവും കൂടെ കഴിക്കാനായിട്ട് കിട്ടും, അതും നല്ലതാണ്, കറിയും കൂടുതലുണ്ടാകും. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എൻ്റെ കുക്കിംഗ് കാണുമ്പോൾ എന്തിനാണ് ഇത്രയധികം കറിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. ഞാനൊരു രഹസ്യം പറയട്ടെ. എന്തിനാണെന്ന് വെച്ചാൽ ഇത്രയും കറി ഉണ്ടാക്കിയാലും ഞാൻ ഒരു 2 ബോക്സുകളായിട്ട് ഞാൻ അധികമുള്ളത് ഫ്രീസറിലേക്ക് വയ്ക്കും. അപ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും ഞാൻ ആ കറി വീണ്ടും എടുക്കുന്നത്. അപ്പോഴത് വീണ്ടും നല്ല ഫ്രഷായി തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഓരോ കറി കൂടുതലുണ്ടാകുന്നതൊക്കെ നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരികയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കുക്ക് ചെയ്യാൻ സമയം ഇല്ല എന്ന് വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ കറി പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് മാങ്ങ ഉണ്ടാകുന്നതായ സമയത്ത് എല്ലാ കാലത്തും നമുക്ക് മാങ്ങ ഉണ്ടാകില്ലല്ലോ. അപ്പോൾ മാങ്ങയുടെ സീസണിൽ മാങ്ങ ചെത്തിപ്പൂളി സിപ്പ് ലോക്ക് കവറിലാക്കി സൂക്ഷിച്ചാൽ, ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഒരു കൊല്ലം വരെയും കേടാകാതെ ഇരുന്നോളും. ഇങ്ങനെ മീൻകറിയിൽ മാങ്ങയും കുടംപുളിയും കൂടി ഇടുമ്പോൾ കറിക്ക് പുളി അധികമായി പോകാൻ സാധ്യതയുണ്ട്. മാങ്ങയുടെ പുളി അനുസരിച്ച് മാത്രമേ നമ്മൾ മാങ്ങ കഷ്ണങ്ങൾ ചേർക്കാനായിട്ട് പാടുള്ളൂ. ഇതിപ്പോൾ മൂവാണ്ടൻ മാങ്ങയാണ്, അതുകൊണ്ട് അത്ര വലിയ പുളിയില്ലാത്ത മാങ്ങയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുളിയും മാങ്ങയും കൂടി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരെണ്ണമൊക്കെ ഇട്ടാൽ മതിയാകും. അപ്പോൾ നമ്മുടെ മീൻകറി തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ് കേട്ടോ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല കൊഴുപ്പുള്ള ചാറാണിത്. ചില സ്ഥലങ്ങളിലൊക്കെ കാണാം മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒഴിച്ചാൽ അവിടേക്കെത്തും, അതേപോലെ ആയിരിക്കും ചാറ്. ഇങ്ങനെ നന്നായി തന്നെ കുറുകിയിരിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, മീൻകറിയിൽ ആദ്യമേ തന്നെ കുറേ വെള്ളം ഒഴിക്കരുത്. ആവശ്യമെങ്കിൽ മാത്രം പിന്നീട് ഒഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ചെയ്യണം നമ്മൾ. വെള്ളം അധികമായി പോയാൽ മീൻകറി ഒരു ടേസ്റ്റും ഉണ്ടാകില്ല. അപ്പോൾ ഞാനൊരല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അത് വീഡിയോയിൽ എടുക്കാൻ പറ്റാത്തത് ഞാൻ തന്നെ ആണ് വീഡിയോ എടുക്കുന്നതും കുക്ക് ചെയ്യുന്നതും എല്ലാം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു മീൻകറി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു മീൻകറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു സൂപ്പർ ടേസ്റ്റി മീൻകറിയാണ്. അപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കാതെയും പാൽ പിഴിയാതെയും ഒക്കെ നല്ലൊരു മീൻകറി കിട്ടിയിട്ടുണ്ട്. 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും ഇത് ചീത്തയാകില്ല. പിന്നെ കുറച്ച് ബാക്കി നമ്മൾ ഫ്രീസറിലും വെച്ച് കൊടുക്കും. ഫ്രീസറിൽ വെക്കുന്ന കറി നമുക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ മീൻകറി ഓഫ് ചെയ്യുകയാണ്.